ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെക്മഡ് യൂണിവേഴ്സ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെ സർജറിയിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഇലക്ട്രോ സർജിക്കൽ യൂണിറ്റ് അഥവാ അല്ലെങ്കിൽ നമ്മൾ ഡയാതെർമി എന്നോ അല്ലെങ്കിൽ നമ്മൾ ഇതിനെ കോട്ടറി എന്നോ ആണ് സാധാരണ ഗതിയിൽ വിളിക്കാറ്. അതിന്റെ ടെക്നിക്കൽ നെയിം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ സർജിക്കൽ യൂണിറ്റ് എന്നുള്ളതാണ്. ഇനി ഞാൻ ഈ മെഷീന്റെ കാര്യങ്ങൾ മൊത്തം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ ഇതിൽ നമുക്കറിയാം മോണോപോളാർ, ബൈപോളാർ ഈ രണ്ട് ടൈപ്പ് ഓഫ് കോട്ടറൈസേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആക്ച്വലി കോട്ടറൈസേഷൻ എന്ന് പറഞ്ഞാല് ഈ പണ്ട് കാലങ്ങളിൽ നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈ യുദ്ധങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആളുകൾ എന്താ ചെയ്യുക, ബ്ലീഡിങ് ഉള്ള ഭാഗത്ത് നല്ല മെറ്റൽ ചൂടാക്കിയിട്ട് അവിടെ നമ്മൾ ആ മുറിവുള്ള ഭാഗത്ത് വെക്കും. അപ്പോൾ ആ ബ്ലഡ് ഫ്ലോ നിൽക്കും. ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ സെല്ലിനെ കഴിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതേ മെത്തേഡ് ഒരു തരത്തിൽ പറഞ്ഞാൽ അതേ ഒരു മെത്തേഡാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമ്മളെ കൺട്രോൾഡ് റേഡിയോ ഫ്രീക്വൻസി വേവിലേക്ക് എത്തിച്ചിട്ട് നമ്മൾ കോട്ടറി ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിന്റെ കാര്യങ്ങൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പം ഇതാണ് നമ്മളെ മെഷീന്. ഇതിൽ ഇപ്പൊ ഉള്ളത് ഞാൻ പറഞ്ഞ പോലെ മോണോപോളാർ 1, ബൈപോളാർ, മോണോപോളാർ 2 ആൻഡ് ലിഗാഷ് ബൈപോളാർ. ഈ റെഡ് ഇത് കണ്ടോ, ഇതിപ്പോ ഈ ഒരു എറർ ആയിട്ട് കാണിക്കുന്നത് എന്താണെന്നറിയോ? ഈ വാണിംഗ് വന്നത് നമ്മൾ കോട്ടറി പ്ലേറ്റ് കണക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഈ കോട്ടറി പ്ലേറ്റ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഈ കോട്ടറി പ്ലേറ്റ് ഞാൻ ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ലൈറ്റ് പോയിട്ട് ഗ്രീൻ ആവും. അതായത് നമ്മൾ മോണോപോളാർ ഇതറിയാമല്ലോ അല്ലെ, ഇതിന്റെ കേസാണ് നമ്മൾ പറയുന്നത് ആക്റ്റീവ് ഇലക്ട്രോഡ് മോണോപോളാർ എന്ന് പറയും. ഈ മോണോപോളാർ ഞാൻ നേരത്തെ ഓരോ പോർട്ടുകൾ കാണിച്ചു. ഇതിൽ മോണോപോളാർ 2 ഞാൻ ഇപ്പൊ കണക്ട് ചെയ്തത്. കൃത്യമായിട്ട് കാണാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഓൺ ആയി വന്നു. ഇത് അതായത് ഈ ആക്റ്റീവ് ഇലക്ട്രോഡിനെ മെഷീൻ സെൻസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യാം, ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് വാട്സ് ആണ്. അപ്പൊ 5 വാട്സ്. ഇതിൽ 1 2 3 4 നമ്മൾ ടിഷ്യൂവിനനുസരിച്ചായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഈ വാട്സ് സെറ്റ് ചെയ്യേണ്ടത്. അതിന്റെ പട്ടിക ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ്, ഈ വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ അറ്റാച്ച് ചെയ്തു തരാം. മോണോപോളാറില് 2 മോഡ്സ് ഉള്ളത്, അതായത് കട്ടിങ് ആൻഡ് കൊയാഗുലേഷൻ. കട്ടിങ്ങിൽ നമ്മൾ ഇടുമ്പോൾ നമുക്ക് റേഡിയോ ഫ്രീക്വൻസി എന്താ കണ്ടിന്യൂസ് ആയിരിക്കും. കൊയാഗുലേഷനിൽ ഇടുമ്പോൾ എന്താവും, പൾസ്ഡ് ആയിരിക്കും. അതായത് നമ്മൾ ഒരു DC വേവും AC വേവും പറയുന്ന പോലെയാണ്. അതായത് അപ്പം കട്ടിങ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും ഇൻസിഷൻ ഏറ്റവും നല്ലത് കട്ടിങ് ആണ്. അത് പ്രിസൈസ് ആയിട്ട് കിട്ടും. മറ്റേത് എന്താണ്, കൊയാഗുലേഷൻ പൾസ്ഡ് ആണ്. അപ്പൊ ചെറിയൊരു ഇതുണ്ടാവും. അപ്പൊ അത് നമ്മൾ സ്വാഭാവികമായിട്ട് കൊയാഗുലേഷൻ യൂസ് ചെയ്യാം. ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യുക. പിന്നെ ഇതിൽ മോണോപോളാറിന് മാത്രമേ ഇതിന്റെ ആവശ്യമുള്ളൂ, കോട്ടറി പ്ലേറ്റിന്റെ ആവശ്യമുള്ളൂ. ഈ കോട്ടറി പ്ലേറ്റ് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത്. ഈ കോട്ടറി പ്ലേറ്റ് ഏറ്റവും നല്ലത് നമ്മൾ എവിടെയാണോ സർജറി ചെയ്യാൻ പോകുന്നത്, നിയർ ടു ദ സർജിക്കൽ ഏരിയ. അത് എന്തുകൊണ്ടാന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഈ കോട്ടറി പ്ലേറ്റ് കണക്ട് ചെയ്താൽ മാത്രമേ നമ്മളെ ഈ ആക്റ്റീവ് ഇലക്ട്രോഡ് കൂടെ പോകുന്ന റേഡിയോ ഫ്രീക്വൻസി കറണ്ട് അത് നമ്മളെ ബോഡി കൂടെ കറങ്ങിയിട്ട് നേരെ ഈ ഇലക്ട്രോഡ് വഴി റിട്ടേൺ പോവുക. ഇതിന് നമ്മൾ ഈ റിട്ടേണിംഗ് ഇലക്ട്രോഡ് എന്നും പറയും. അല്ലെങ്കിൽ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാഡ്, കോട്ടറി പാഡ് എന്ന് പറയും. അല്ലെങ്കിൽ പേഷ്യൻ പ്ലേറ്റ് എന്നൊക്കെ പറയും നമ്മൾ ഇതിനെ. അപ്പോൾ ഇത് ഉണ്ടെങ്കിലേ, ഈ പേഷ്യൻ പ്ലേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മോണോപോളാർ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കോട്ടറി വർക്ക് ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കോട്ടറി പ്ലേറ്റ് കറക്റ്റഡ് ആണോ എന്ന് നോക്കണം. പിന്നെ നമ്മൾ വാട്സ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നോക്കിയാൽ മതി. അപ്പോൾ ഇത് ഇതേപോലെ ഗ്രീൻ ലൈറ്റ് കത്തുക, അല്ലെങ്കിൽ ഓരോ മെഷീനിലും ഓരോ ഇൻഡിക്കേഷൻ ആയിരിക്കും. അത് കൃത്യമായിട്ട് നോക്കാം. അപ്പോൾ കോട്ടറി പ്ലേറ്റ് കറക്റ്റ് ചെയ്യണം, ഇത് കറക്റ്റ് കണക്ട് ചെയ്യണം. പിന്നെ കുറച്ച് ആൾക്കാർ ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇത് 3 പിന്നുണ്ട്. ഇത് ഇവര് തല കുത്തനെ കണക്ട് ചെയ്യും, ഇങ്ങനെ നോക്കാണ്ട് കണക്ട് ചെയ്യും. സംഗതി തമ്മിൽ കയറിപ്പോവും. പക്ഷെ എന്താവും, ചിലപ്പോൾ കട്ട് മാത്രമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കൊയാക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ഏത് മെഷീന്റെ പ്രോഡക്റ്റ് ആയാലും ഏത് സാധനമായാലും ഒരു സാധനം മെഷീനിൽ കണക്ട് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യാൻ പോകുന്ന പാർട്ടും അതേപോലെ മെഷീനിലുള്ള പാർട്ടും
കൃത്യമായിട്ട് യോജിക്കുന്നുണ്ടോ നോക്കിയിട്ട് വേണം കണക്ട് ചെയ്യാൻ. അത് നിങ്ങൾ ലാപ്രോസ്കോപ്പിയിൽ ക്യാമറ കണക്ട് ചെയ്യുകയാണെങ്കിലും ലൈറ്റ് സോഴ്സ് കണക്ട് ചെയ്യുകയാണെങ്കിലും മെഷീനിന്റെ ഏത് കേബിൾ, അതിന് മെഷീൻ നമ്മളെ മെഡിക്കലിൽ നിന്നല്ല, ഏത് മെഷീന്റെ ഏത് സാധനത്തിന് കേബിൾസ് കണക്ടേഴ്സ് കണക്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ആ മെഷീന്റെ കേബിളിന്റെ മെഷർമെന്റിനനുസരിച്ച് തന്നെയാണോ മെഷീനിലുള്ള പോർട്ട് എന്ന് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം കണക്ട് ചെയ്യാൻ. ഞാൻ പറഞ്ഞ പോലെ ഇത് തിരിച്ച് കണക്ട് ചെയ്യാനും വർക്കാവും, പക്ഷേ എങ്കിൽ ഒരു സ്വിച്ച് മാത്രമേ അപ്പോൾ വർക്കാവുള്ളൂ. ഓക്കെ, മോണോപോളറിന് മാത്രം എന്ത് മതി? ക്വാഡ്രിപ്ലേറ്റ് മതി. ലിഗാഷറിനോ അല്ലെങ്കിൽ ബൈപോളറിനോ എന്ത് വേണ്ട? ഈ ക്വാഡ്രിപ്ലേറ്റിന്റെ ആവശ്യമില്ല. അപ്പൊ ഈ ക്വാഡ്രിപ്ലേറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് പറ്റുന്ന പോസിബിൾ ഏരിയയിൽ മാത്രം സർജറി ചെയ്യുമ്പോൾ ഒട്ടിക്കാൻ നോക്കുക. അത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ ഇതില് കോട്ടറിയില് നമ്മൾ ഇവിടെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഇതിലൂടെ കറണ്ട് പാസ്സായിട്ട് നമ്മളെ ബോഡി എവിടെയാണ് സർജിക്കൽ ഏരിയ അവിടെ നിന്ന് നേരെ ഈ ക്വാഡ്രിപ്ലേറ്റിലൂടെയാണ് മെഷീനിലേക്ക് റിട്ടേൺ പോവുക. ഇനി റിട്ടേൺ പോയില്ല എന്നുണ്ടെങ്കിൽ ഈ ക്വാഡ്രിപ്ലേറ്റ് കണക്ട് ചെയ്യുമ്പോൾ ഹെയർ ആയിട്ട് ഉള്ള ബോഡിയിൽ കണക്ട് ചെയ്യരുത്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര പ്രിസൈസ് ആണെന്നോ ഈ കമ്മ്യൂണിക്കേഷൻ, അതായത് ഈ ആക്റ്റീവ് ഇലക്ട്രോഡും ഈ പേഷ്യൻ പ്ലേറ്റുള്ള കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം പ്യുവർ ആവണോ അത്രത്തോളം പ്രിസൈസ് ആവും നമ്മളെ സർജറി. അല്ലെങ്കിൽ കട്ടിങ് ആൻഡ് കൊയാഗുലേഷൻ മോഡ് ചെയ്യുമ്പോൾ കൃത്യമായി പ്രിസൈസ് ആവും നമ്മളെ കട്ടിങ്ങും കൊയാഗുലേഷനും. അല്ലെങ്കിൽ നമ്മൾ ക്വാഡ്രിപ്ലേറ്റ് വെക്കുന്ന സമയത്ത് സ്ഥലത്തെങ്കിലും നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഹെയർ റിമൂവല് ഉറപ്പുവരുത്തുക. പിന്നെ ബ്ലഡ് ഫ്ലോ ഏറ്റവും കൂടുതലുള്ള നല്ലൊരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേഷൻ കൂടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിസൈസ് ആവും. പിന്നെ ഉള്ള കേസ് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ പേഷ്യന്റിനെ കയറ്റി പേഷ്യൻ പ്ലേറ്റ് ഒട്ടിച്ചതിന്റെ ശേഷമായിരിക്കും നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യുക? വിറ്റാഡിൻ വെച്ചിട്ട് ഡ്രൈപ്പ് ചെയ്യാം. അപ്പൊ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എന്താവും? ഈ വിറ്റാഡിന്റെ വെള്ളമോ അല്ലെങ്കിൽ സലൈന്റെ വെള്ളമോ നമ്മൾ ക്വാഡ്രിപ്ലേറ്റിന്റെ ഉള്ളിലേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ പേഷ്യന്റിന് ക്വാഡ്രി ബേൺ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം വെള്ളം കണ്ടക്ടറാണ്, വെള്ളം കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ ലിക്വിഡ് കണ്ടക്ടർ ആവും. അപ്പം ആ ഭാഗത്തും പൊള്ളലിനുള്ള ബേണിങ്ങിനുള്ള ചാൻസ് ഉണ്ട്. ഈ റേഡിയോ ഫ്രീക്വൻസി കറണ്ട് ഏതെങ്കിലും മെറ്റലിൽ കൂടെ കയറി പോയി കഴിഞ്ഞാൽ, ഇപ്പൊ ഇൻസൈഡ് നമ്മൾ പറയാറുണ്ടല്ലോ എല്ലാ സർജറിക്കും സർജറിന്റെ മുന്നേ എല്ലാ ഓർണമെന്റ്സും റിമൂവ് ചെയ്യണം. അതെന്തിനാണ്? ഈ ചെയ്യുന്ന കോട്ടറൈസേഷൻ കറണ്ടാണ്. ഇത് കറണ്ടായിട്ട് നമ്മൾ ബോഡി മെറ്റൽ കൂടെ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ മെറ്റൽസ് എല്ലാം കണ്ടക്ടേഴ്സ് ആണ്. അപ്പോൾ ആ ബോഡി കൂടെ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഭാഗം ബേൺ ആവാനുള്ള കണ്ടിന്യൂസ് പോയി കഴിഞ്ഞ് കുറെ നേരം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ പേഷ്യന്റിന്റെ സറൗണ്ടിങ്സ് ബേൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിന് നമ്മൾ കോട്ടറി ബേൺ എന്ന് പറയാം. അങ്ങനെ ഒരു കോട്ടറി ബേൺ ഈവൻ സർജന്റിനോ അല്ലെങ്കിൽ പേഷ്യന്റിനോ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും അത് എന്താവാൻ, ഹീലാവാൻ വേണ്ടിയിട്ട്. അപ്പം കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മെറ്റൽ പാർട്ടുകളൊന്നും ബോഡിയിൽ ഇല്ല എന്ന് ആദ്യം കരുതുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, എന്ത് ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഇംപ്ലാന്റുകൾ എന്താണ്? ഇതുള്ള ഇംപ്ലാന്റുകളിൽ നിങ്ങൾ ചെയ്യലില്ലേ കേസ് ചെയ്യില്ലെന്ന് ചോദിക്കും. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. റേഡിയോ ഫ്രീക്വൻസിയിലാണ് നമ്മൾ ഈ കറണ്ട് പോവുക. അത് നമ്മളെ മെറ്റലിനെ കാര്യമായിട്ട് ബാധിക്കില്ല. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ വല്ല ഹൈ വാട്ട്സിലിട്ടിട്ട് നമ്മൾ ചെയ്യുമ്പോൾ, സ്പ്രേ മോഡൊക്കെ ചെയ്യുമ്പോൾ മേ ബി അതിനെ എഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇംപ്ലാന്റിന് ചുറ്റുമുള്ള ടിഷ്യൂ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണ്ടേ? ഈ ഇംപ്ലാന്റ് ഉള്ള പേഷ്യന്റിന്, അതായത് അതിപ്പോ മെറ്റൽ ഇംപ്ലാന്റ്സ് ആവട്ടെ അല്ലാതെ കാർഡിയാക്ക്, അതായത് നമ്മൾ പേസ് മേക്കേഴ്സ് ആവട്ടെ, പേസ് മേക്കേഴ്സ് ഉള്ള കേസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഏത് കമ്പനിയാണോ പേസ് മേക്കേഴ്സ് ചെയ്തിട്ടുള്ളത് ആ കമ്പനിയോട് പെർമിഷൻ വാങ്ങിയിട്ട് ഞങ്ങൾ ഇന്ന പേഷ്യന്റിന് സർജറി വാങ്ങാൻ പോവാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനുള്ള പ്രിക്കോഷൻസ് കാണണം. അതായത് എക്സ്റ്റേണൽ ഒരു ഡീഫിബ്രിലേറ്റർ അവിടെ റെഡിയാക്കി വെക്കണം. രണ്ടാമത്തെ കേസ് അത് ഡിസേബിൾ ചെയ്യാതെ വെക്കാൻ പറ്റും. ചില കാർഡിയാക് പേസ് മേക്കേഴ്സിൽ അത് ഡിസേബിൾ ചെയ്ത് വെക്കണം. രണ്ടാമത്തെ കേസ് ബോഡിയിൽ ഇങ്ങനെ മെറ്റൽസ് ഉണ്ടെങ്കിൽ പ്രീ സർജറി പേഷ്യന്റിന് മുന്നേ സർജറി ചെയ്ത എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. മെറ്റൽ ബോഡീസ് ഒന്നും ബോഡിയിൽ ഇല്ലാന്ന് കൺഫേം ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്. അല്ലാണ്ട് നമ്മൾ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയേക്കാം. പക്ഷെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള രൂപമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ കുറെ ആൾക്കാർ എന്ത് ചെയ്യും? ഈ മോണോപോളാറിന്റെ ഈ ഒരു സാധനം ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ സറൗണ്ടിങ്സിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കറണ്ട് ഇതിൽ കൂടെ പാസ് ചെയ്യണമെങ്കിൽ അതിന്റെ ഫീൽഡിൽ എന്തുണ്ടാവും? ചെറിയൊരു കറണ്ട് ഉണ്ടാവും.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചില ആൾക്കാരൊക്കെ ഈ ടവൽ ക്ലിപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് പിടിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിമേ തന്നെ തട്ടിക്കഴിഞ്ഞാൽ തന്നെ പേഷ്യന്റിന്റെ ബോഡി തട്ടിക്കഴിഞ്ഞാൽ പേഷ്യന്റിന് കോട്ടറി ബേൺ അടിക്കും, അത് കൺഫേം ആണ്. പിന്നെ നമ്മൾ ഈ പേഷ്യന്റിനെ കിടത്തിയിട്ട് പേഷ്യന്റിന്റെ ഭാഗം എവിടെയെങ്കിലും ഏതെങ്കിലും മെറ്റൽ പാർട്ടിൽ തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കോട്ടറൈസ് ചെയ്യുന്ന സമയത്ത് അത് കുറെ നേരം ചെയ്യുമ്പോൾ നല്ല ഇതിൽ ചെയ്യുമ്പോൾ വാർഡ്സിൽ ചെയ്യുമ്പോൾ ആ പേഷ്യന്റിന് കോട്ടറി ബേൺ അടിക്കാനുള്ള ചാൻസസ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾ ഷീറ്റ് ഇടാറുണ്ട്, അതിന്റെ മേലെ ഡ്രൈപ്പ് വെക്കാറുണ്ട്, എന്നിട്ടാണ് പേഷ്യന്റിനെ കെടുത്തുക. പിന്നെ പോരാത്ത നമ്മൾ അല്ലാതെ സ്റ്റെറൈൽ ആയിട്ടുള്ള തുണികളൊക്കെ കവർ ചെയ്തിട്ട് സർജിക്കൽ ഏരിയ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് കുറെ സ്ഥലത്ത് നമുക്ക് കോട്ടറി ബേൺ അടിക്കാത്തതിന്റെ മെയിൻ കാര്യം. രണ്ടാമത്തെ കേസ് ഈ പറഞ്ഞ വിറ്റാഡിന് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഇത് കോട്ടറി പ്ലേറ്റ് നല്ലതല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും കണക്ട് ചെയ്യാൻ സമ്മതിക്കരുത്. അതായത് കോട്ടറി പ്ലേറ്റ് ഒരു 2-3 കേസ്, നമ്മൾ മൾട്ടിപ്പിൾ കേസാണ് എല്ലായിടത്തും യൂസ് ചെയ്യല്. പക്ഷേ കോട്ടറി പ്ലേറ്റ് മൾട്ടിപ്പിൾ പ്ലേറ്റ് യൂസ് ചെയ്യുമ്പോൾ അതിൽ മറ്റുള്ളവരെ ഹെയർ ഉണ്ടോന്നോ, ഞാൻ പറഞ്ഞല്ലോ ഈ രണ്ടിൻ്റെയും കോണ്ടാക്ട് എത്രത്തോളം കൃത്യമാവുന്നോ അത്രത്തോളം നിങ്ങൾക്ക് പേഷ്യൻസിനുള്ള ഡാമേജും നിങ്ങൾക്ക് ഷോക്ക് അടിക്കാനുള്ള ചാൻസസും കുറയും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ.